ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OnePlus Nord CE4 ഈ ഒരു ഫോണിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞൊരു 25 ദിവസത്തിന് മുകളിലായിട്ട് ഞാനത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. സോ എൻ്റെ ഒരു കംപ്ലീറ്റ് യൂസ്ഡ് എക്സ്പീരിയൻസ് ആണ് ഞാനിന്ന് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. അതിന് മുന്നേ OnePlus ആണ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ അഡീഷണൽ പറയാനായിട്ടുണ്ട്. ഒന്ന്, ഇന്ത്യയിൽ OnePlus ബാൻ ചെയ്തു എന്ന് പറയുന്ന തെറ്റായിട്ടുള്ളൊരു വാർത്ത വ്യാപകമായിട്ട് പരക്കുന്നുണ്ട്. വാറണ്ടി കിട്ടില്ല, സർവീസ് സെൻ്ററുകളൊക്കെ അടച്ചുപൂട്ടി. അത് കംപ്ലീറ്റ്ലി അതൊരു റോങ് ഇൻഫർമേഷനാണ്. ഇന്ത്യയിലുള്ള റീറ്റെയിലേഴ്സ് അസോസിയേഷൻ ഉണ്ടല്ലോ ഫോണുകളുടെ ഒക്കെ, അവർ ഇനി OnePlus ഫോണുകൾ വിൽക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അതിന് കാരണം എന്ന് പറയുന്നത് അവർക്ക് പ്രോപ്പറായിട്ടുള്ള കമ്മീഷൻ കിട്ടുന്നില്ല. അതേപോലെ അവരുടെ കയ്യിൽ കൊടുക്കുന്ന ഡിവൈസുകൾക്കുള്ള വാറണ്ടി കാര്യങ്ങളൊന്നും OnePlus പരിഗണിക്കുന്നില്ല. അങ്ങനെ പല പല കാരണങ്ങളുണ്ട്. സോ അത് മെയ് മാസത്തിൽ സംഭവിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതിനുശേഷം പല ചർച്ചകൾ നടന്നിട്ടുണ്ട്. ഇപ്പോൾ ആ ഒരു ഇഷ്യൂ ഒരു പരിധി വരെ തീർന്നു എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ സർവീസ് സെൻ്ററുകളുടെ കാര്യം, കേരളത്തിൽ ഓൾമോസ്റ്റ് എല്ലാ ജില്ലകളിലും ഇവരുടെ ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുകളുണ്ട്. OnePlus നേരിട്ട് നടത്തുന്നതല്ല, അവരുടെ നിന്ന് ഫ്രാഞ്ചൈസി എടുത്തിട്ടും അത്തരത്തിലുള്ള കളക്ഷൻ സെൻ്ററുകളുണ്ട്. അപ്പോൾ നമുക്ക് വാറണ്ടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരയിൽ ഈ ഒരു ഫോൺ ഏൽപ്പിക്കാം. ഓതറൈസ്ഡ് സർവീസ് സെൻ്ററുകൾ അവർ അങ്ങോട്ട് OnePlusലോട്ട് അയച്ച് നമുക്ക് ഈ ഒരു ഫോൺ റിപ്പയർ ചെയ്ത് കിട്ടും. OnePlusനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഫോണുകൾക്ക് ഡിസ്പ്ലേ ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് അവർ ഒഫീഷ്യലി ആക്സെപ്റ്റ് ചെയ്തു. അതുകൂടാതെ അവർ ആ ഒരു ഡിസ്പ്ലേ ഫെയിൽ ആവുന്ന ഡിവൈസുകൾക്ക് വാറണ്ടിയും അല്ലെങ്കിൽ ലൈഫ് ടൈം റീപ്ലേസ്മെൻ്റ് ആണ് അവർ ഓഫർ ചെയ്തിരിക്കുന്നത്. ഇനി അഥവാ ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് സ്പെയർ പാർട്ട് അവരുടെ കയ്യിലില്ലെങ്കിൽ അത് പകരം അവർ മാക്സിമം ഡിസ്കൗണ്ടിൽ വേറൊരു ഫോണിന് തരും. അങ്ങനെ പലതരത്തിലുള്ള ഓഫറുകൾ അവർ തരുന്നുണ്ട്. സോ ഡിസ്പ്ലേ ഫെയിൽ ആവും എന്നുള്ള കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യയിൽ OnePlus നിരോധിച്ചു എന്നുള്ള ഒരു കാരണം കൊണ്ട് OnePlus കൺസിഡർ ചെയ്യാതിരിക്കേണ്ട എന്നാണ് മൊത്തത്തിൽ ഞാൻ പറയാനായിട്ട് വന്നത്. സോ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എനിവേ, ഈ ഒരു ഫോണിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഏകദേശം 3 മാസത്തോളം ആയിട്ടുണ്ട് ഈ ഒരു ഫോൺ മാർക്കറ്റിൽ ഇറങ്ങിയിട്ട്. സോ അൺബോക്സിങ് എന്ന് പറയുന്ന കാര്യത്തിലോട്ടൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. നേരെ കാര്യത്തിലോട്ട് കിടക്കാം. ഈ ഒരു ഫോണിൻ്റെ ഡിസൈനിൽ നിന്ന് തന്നെ തുടങ്ങാം. ഇവിടെ എടുത്തു പറയാനായിട്ട് ഒരു പുതുമയുള്ള ഡിസൈൻ എന്ന് പറയാനായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. കാരണം ഈ ഒരു ക്യാമറ കട്ടൗട്ടാണ്, കുറച്ച് വെറൈറ്റി ആയിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡിസൈൻ നമ്മൾ പല ഫോണുകളിലും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. എനിവേ, ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ്. നമുക്കിതിൻ്റെ ബാക്ക് കാണുമ്പോൾ നല്ല ഒരു ഗ്ലാസ് പോലെ തോന്നുമെങ്കിലും ഗ്ലാസ് അല്ല, നല്ല ഗ്ലോസി ഫിനിഷ് ഉള്ള ഒരു പ്ലാസ്റ്റിക് ആണ്. നമ്മളുടെ ഫിംഗർ പ്രിൻ്റ് ഒക്കെ ഉണ്ടല്ലോ, സ്മഡ്ജസ് ഒക്കെ നല്ല രീതിക്ക് അവിടെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. ഫ്രെയിമും അതേപോലെ പ്ലാസ്റ്റിക് ആണ്. പവർ ബട്ടണും അതേപോലെ വോളിയം റോക്കേഴ്സ് ഉണ്ടല്ലോ, അത് ഒത്തിരി മുകളിലേക്ക് കയറിയ പോലെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. കാരണം ഞാൻ എപ്പോഴും ഈ ഒരു വോളിയം കുറയ്ക്കാൻ നോക്കുമ്പോൾ ഫോണിൻ്റെ പവർ ബട്ടണിലാണ് എൻ്റെ ഈ ഒരു തമ്പ് എത്തുന്നത്, തള്ളവിരലെത്തുന്നത്. പിന്നെ താഴെ സ്പീക്കറിൽ USB Type-C ചാർജിങ് പോർട്ട്. നമുക്ക് 2 സിം ഇടാൻ പറ്റും, അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡും. മാക്സിമം 1 TB വരെയുള്ള അഡീഷണൽ മെമ്മറി കാർഡ് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ IR ബ്ലാസ്റ്ററും അതേപോലെ ഒരു സ്പീക്കറും പിന്നെ നോയ്സ് ക്യാൻസലേഷൻ മൈക്കും ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഒരു ഓവർവ്യൂ എന്ന് പറയുന്നത്. ഗംഭീര ഡിസൈൻ ഒന്നും പറയാനായിട്ടില്ല, ഒരു നോർമൽ ഡിസൈൻ. IP54ൻ്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. സോ ചെറിയ രീതിക്കൊക്കെ ഒന്ന് വെള്ളം തെറിച്ചാലും പ്രശ്നം വരില്ല. പക്ഷെ നമുക്ക് അണ്ടർ വാട്ടർ ഫോട്ടോഗ്രാഫി അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊന്നും ഇത് പറ്റില്ല. 184 ഗ്രാം മാത്രമാണ് ഈ ഒരു ഫോണിൻ്റെ വെയിറ്റ് വരുന്നത്. സോ ഓവർ വെയിറ്റ് കാര്യങ്ങളൊന്നും തോന്നുന്നില്ല. പക്ഷെ 184 ഗ്രാം എന്ന് പറയുമ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് 5500 mAh വലിയൊരു ബാറ്ററിയാണ്. ആ ഒരു ബാറ്ററിക്ക് 100 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഫോണിൻ്റെ ഏറ്റവും പോസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഹൈലൈറ്റഡ് പാർട്ട് എന്ന് പറയുന്നത്, മേഖല എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററി തന്നെയാണ്. കാരണം ഈ പറയുന്ന 5500 mAh ബാറ്ററി കൊണ്ട് നമുക്ക് ഏകദേശം 10 മണിക്കൂറിൻ്റെ അടുത്ത്, ഏകദേശം ഒരു 8.5 മണിക്കൂർ മുതൽ 10 മണിക്കൂറോളം സ്ക്രീൻ ഓൺ ടൈം നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഫോൺ ഫുൾ ചാർജ് ആവാനായിട്ട് വെറും അരമണിക്കൂറിൽ താഴെ, മാക്സിമം ഒരു 35 മിനിറ്റൊക്കെ മതി 0 to 100 ഫുൾ ചാർജ് ആയിട്ട് കിട്ടുന്നുണ്ട്. സോ ബാറ്ററി തന്നെയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റഡ് പാർട്ട് എന്ന് പറയുന്നത്. ആ ഒരു 100 വാട്ടിൻ്റെ അഡാപ്റ്റർ നമുക്ക് ബോക്സിൽ OnePlus തരുന്നുണ്ട്. ചാർജ് ചെയ്യുന്ന സമയത്ത് ഒരു പൊടിക്ക് ഫോൺ വാം ആവുന്നുണ്ട് എന്നുള്ളതല്ലാതെ ഓവർ ഹീറ്റ് ആവുന്ന ഇഷ്യൂ ചാർജിങ്ങിൻ്റെ ടൈമിൽ ഞാൻ നോട്ടീസ് ചെയ്തില്ല. എയർടെൽ സിമ്മാണ് ഞാൻ ഇതിലിട്ടിട്ടുള്ളത്. 5Gയിലാണ് ഇതിൻ്റെ കണക്ഷൻ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നൈറ്റ് ഡ്രൈനിങ്, ഐഡിൽ ഡ്രൈനിങ് ഏകദേശം 4 മുതൽ 5% വരെ ബാറ്ററി ഡ്രെയിൻ ആവുന്നുണ്ട്.
ഇനി വൈഫൈയിലാണെന്നുണ്ടെങ്കിൽ 2 അല്ലെങ്കിൽ 3% ഈ പറയുന്ന പോലെ നൈറ്റ് ഡ്രൈനിങ് വരുന്നത്. ഫ്ലൈറ്റ് മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഒരു തരത്തിലുള്ള ബാറ്ററി ഡ്രെയിനേജും വരുന്നില്ല. സോ ബാറ്ററി എന്ന് പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് തന്നെ നിൽക്കുന്നത്. ഒരു നെഗറ്റീവും ബാറ്ററിയുടെ സൈഡിൽ എനിക്ക് പറയാനായിട്ടില്ല. കണക്ടിവിറ്റി സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ 5G ഡിവൈസ് ആണ്. നമുക്ക് അറ്റ് എ ടൈം 2 5G സിം ഇടാനായിട്ടുള്ള ഓപ്ഷനാണ് ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ളത്. വൈഫൈ 6ന്റെ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ബ്ലൂടൂത്ത് വെർഷൻ 5.4 ആണ് വരുന്നത്. NFC ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടില്ല. IR ബ്ലാസ്റ്റർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് AC TV-യുടെ ഒക്കെ റിമോട്ടായിട്ട് ഈ ഒരു ഫോൺ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. കോൾ ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും നെറ്റ്വർക്കിൻ്റെ സ്റ്റെബിലിറ്റി കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. 5Gയിൽ ഇടുമ്പോൾ ചില ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ട്. അത് ഈ ഒരു ഫോണിൻ്റെ പ്രശ്നമല്ല, ആക്ച്വലി അത് നെറ്റ്വർക്ക് സ്ട്രോങ് അല്ലാത്തത് കൊണ്ടുള്ളൊരു പ്രശ്നം തന്നെയാണ്. ഇതിൽ വരുന്നത് USB Type-C 2.0 ആണ്. സോ 25,000 രൂപയ്ക്ക് താഴെ കുറച്ചും കൂടി ബെറ്റർ വെർഷൻ കൊടുക്കാമായിരുന്നു. എന്നാൽ അത് നമ്മളുടെ ഡേ ടു ഡേ ലൈഫിനെ ബാധിക്കാത്തൊരു കാര്യമായതുകൊണ്ട് ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് മാത്രം. എനിവേ, അതാണ് ഇതിൻ്റെ ഒരു കണക്ടിവിറ്റി സൈഡിനെ കുറിച്ച് എനിക്ക് പറയാനായിട്ടുള്ളത്. സ്റ്റേബിൾ ആണ്, സ്ട്രോങ് ആണ്. 6.7 ഇഞ്ച് വരുന്ന ഫ്ലൂയിഡ് AMOLED ഡിസ്പ്ലേ ആണ് OnePlus ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതായത് AMOLED ഡിസ്പ്ലേ അത് മതി, ഫ്ലൂയിഡ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഓരോ പേരിട്ടിരിക്കുന്നത്. എനിവേ, ഡിസ്പ്ലേയുടെ സൈഡിൽ ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് സാറ്റിസ്ഫൈഡ് അല്ല. കുറച്ച് പോരായ്മകൾ ഞാൻ നോട്ടീസ് ചെയ്തു. അതിലെടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വരുന്ന മറ്റ് ഫോണുകളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്കിതിൽ കിട്ടുന്ന പീക്ക് ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് 1100 നിറ്റ്സ് ആണ്. ഓക്കെ, അതേപോലെ ഹൈ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സൺലൈറ്റ് ഡയറക്റ്റ് വെയിലത്ത് ഒക്കെ പോയി നിൽക്കുകയാണെങ്കിൽ മാക്സിമം 900 നിറ്റ്സ് വരെയാണ് ഈ ഒരു ഡിസ്പ്ലേ ബ്രൈറ്ററായിട്ട് വരിക. അതൊരു പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഇപ്പോൾ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ, അതേപോലെ നത്തിങ് ഫോൺ 2 ആ ഒരു ഫോണൊക്കെ കയ്യിൽ വെച്ചിട്ട് ഈ ഒരു ഫോൺ നമ്മൾ വെയിലത്ത് നോക്കുമ്പോൾ ഇത് ഇച്ചിരി മങ്ങി നിൽക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. എന്നാൽ കാണാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും വരുന്നില്ല കേട്ടോ, അല്ലെങ്കിൽ വായിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. അതുകൂടാതെ 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു ഡിസ്പ്ലേയിൽ സപ്പോർട്ട് ചെയ്യുന്നത്. നമുക്ക് 3 ടൈപ്പിലാണ് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക. ഒന്ന് ഓട്ടോയിലിടാം, അതേപോലെ 60 FPS-ലിടാം, 120 FPS-ലിടാം. ഇപ്പോൾ ഓട്ടോയിലിടുന്ന സമയത്ത് മാക്സിമം 90 FPS ലോക്ക് ആവുന്നുണ്ട്. യൂട്യൂബ് ആണെങ്കിലും Instagram ആണെങ്കിലും Facebook ആണെങ്കിലും നമുക്ക് മാക്സിമം 90 FPS വരെയാണ് അവിടെ പോകുന്നത്. വളരെ ചുരുക്കം സിസ്റ്റം UI-ൽ മാത്രമാണ് മാക്സിമം 120 FPS ഈ ഒരു ഓട്ടോയിൽ ഇടുമ്പോൾ നമുക്ക് കിട്ടുന്നത്. HDR10+ൻ്റെ സപ്പോർട്ട് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നുണ്ട്. സോ നമുക്ക് യൂട്യൂബിൽ നിന്നാണെങ്കിലും അതേപോലെ മറ്റ് OTT പ്ലാറ്റ്ഫോമിൽ നിന്നാണെങ്കിലും നല്ല രീതിക്ക് തന്നെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. 1 ബില്യൺ കളേഴ്സ് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ കളേഴ്സ് ഉള്ളൊരു ഡിസ്പ്ലേ ആണ്. അതുകൂടാതെ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിങ് ഇതിൽ വരുന്നുണ്ട്. അതായത് ലൈറ്റ് കുറഞ്ഞിട്ടുള്ള സമയത്ത് ഇരുട്ടത്തൊക്കെ നമ്മൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്ലിക്കറിങ് മൂലമുണ്ടാകുന്ന തലവേദന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഇഷ്യൂസ് ഒരു പരിധി വരെ ഈ ഒരു ഫോൺ തടഞ്ഞു നിർത്തും. സോ ആ ഒരു ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഒരു ആവറേജ് ഡിസ്പ്ലേ എക്സ്പീരിയൻസ് എന്ന് മാത്രമേ എനിക്ക് പേഴ്സണലി തോന്നിയുള്ളൂ. ഈ സെഗ്മെൻറ്റ് ബെസ്റ്റ് എന്ന് പറയാനായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല ഇവിടെ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ ഓഡിയോ സൈഡ് കൂടി നോക്കുമ്പോൾ നമുക്കിവിടെ 3.5mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റീരിയോ സ്പീക്കർ മുകളിലത്തെ വരുന്നത് ഈ ഒരു ഫ്രെയിമിലാണ് വരുന്നത്, അല്ലാതെ ഈ ഒരു ഇയർ സ്പീക്കറിനോട് കൂടി ചേർന്നിട്ടല്ല. ഓക്കെ, നമുക്ക് ആ ഒരു ഓഡിയോ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാൽ നല്ല ലൗഡാണ്, നല്ല ക്ലിയർ ആണ്, അടിപൊളി ഓഡിയോ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഫോണിൽ നിന്ന് കിട്ടുന്നത്. OnePlus ഇതിൽ കൊടുത്തിട്ടുള്ളത് Snapdragon 7 Gen 3യുടെ ചിപ്സെറ്റ് ആണ്. അതായത് 7S അല്ല 7+ അല്ല, ചേട്ടനും അല്ല അനിയനും അല്ല, നോർമൽ 7 Gen 3 ആണ് കൊടുത്തിട്ടുള്ളത്. ഓവറോൾ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിതിൻ്റെ AnTuTu സ്കോർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. നിങ്ങൾക്ക് ഇവിടെ കാണാം 7,11,000 ആണ് എനിക്കിതിൻ്റെ ആ ഒരു പെർഫോമൻസ് സ്കോർ കിട്ടിയിട്ടുള്ളത്. നമ്മളുടെ ഡേ ടു ഡേ ലൈഫിൽ അടിപൊളിയാണ് ഫോൺ. ഒരു തരത്തിലുള്ള ഹാങ് ആവുന്ന പ്രശ്നങ്ങളോ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ ഒന്നും വരുന്നില്ല. ജസ്റ്റ് കൂൾ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. എന്നാൽ ഗെയിമിങ്ങിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ BGMI നമുക്കവിടെ അത്യാവശ്യം നല്ല രീതിക്ക് സ്റ്റക്ക് ആവുന്നുണ്ട്, ലാഗ് വരുന്നുണ്ട്, ഫ്രെയിം ഡ്രോപ്പ് വരുന്നുണ്ട്. അത്രയ്ക്ക് അങ്ങോട്ട് സ്മൂത്ത് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് അല്ല BGMIയുടെ കാര്യത്തിൽ കിട്ടുന്നത്. അതായത് എനിക്ക് തോന്നുന്നത് ഈ ഒരു 7 Gen 3 എന്ന് പറയുന്ന ചിപ്സെറ്റ് BGMI ആയിട്ട് അത്രയ്ക്ക് അങ്ങോട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അതേപോലെ നമ്മൾ ആസ്ഫാൾട്ട് ലെജൻഡിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ അവിടെ നല്ല രീതിക്ക് വണ്ടി ഓടി പോകുന്നുണ്ട്. അങ്ങനെ ഗ്രാഫിക്സിൻ്റെ സൈഡിലാണെങ്കിലും സ്റ്റക്ക്
ആവുന്ന പ്രശ്നങ്ങളോ ലാഗ് ആവുന്ന പ്രശ്നങ്ങളോ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. കോൾ ഓഫ് ഡ്യൂട്ടി കളിച്ച് നോക്കി, അവിടെയും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. അവിടെയും ഒരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പോ സ്റ്റക്ക് ആവുന്ന പ്രശ്നങ്ങളോ അങ്ങനെ ഒരു തരത്തിലുള്ള ഇഷ്യൂവും ഞാൻ നോട്ടീസ് ചെയ്തില്ല. വളരെ സ്മൂത്ത് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് കോൾ ഓഫ് ഡ്യൂട്ടിയുടെ കാര്യത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഫോൺ ഹീറ്റ് ആവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ, നോർമൽ നമ്മൾ ഗെയിം ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂറൊക്കെ കളിക്കുന്ന സമയത്ത് ഒന്ന് വാം ആവുന്നുണ്ട്. അതിന് മുകളിലോട്ട് പോകുമ്പോൾ 1 മണിക്കൂറിനോടൊക്കെ എത്തുന്ന സമയത്താണ് ഫോൺ ഹീറ്റായി തുടങ്ങുന്നത്. അതല്ലാത്ത പക്ഷം അങ്ങനെ ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളോ അബ്നോർമലായിട്ട് ഹീറ്റ് ആവുന്ന പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഫോണിൻ്റെ സൈഡിൽ നിന്ന് ഞാൻ നോട്ടീസ് ചെയ്തില്ല. പിന്നെ എൻ്റെ ഒരു സജഷൻ ആയിരിക്കും, ഗെയിം കളിക്കുന്ന ആളുകൾ എന്തായാലും ഈ ഒരു ഫോൺ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റ് നല്ല ഫോണുകൾ, ഗെയിമിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഫോണുകൾ അവൈലബിൾ ആണ്. നമുക്ക് ആൻഡ്രോയിഡ് 14 ബേസ്ഡ് ഓക്സിജനോയ്സ് 14 ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. ഓക്സിജനോയ്സ് എന്നുള്ള പേരേ ഉള്ളൂ, അത് കളർ ഓയസിൻ്റെ, അതായത് ഓപ്പോൻ്റെ ഓയസിൻ്റെ ഒരു മിക്സ് ആണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. എന്നിരുന്നാലും നമുക്കിവിടെ യാതൊരു തരത്തിലുള്ള ആഡ്സോ റെക്കമെൻഡേഷനോ അങ്ങനെ ഇഷ്യൂസ് ഒന്നും വരുന്നില്ല. ഇപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് ഈ ഒരു ഫോണിൽ നമുക്ക് കിട്ടുന്നത്. 1-2 ബ്ലോട്ട്വെയർസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ടുണ്ടായിരുന്നു, അത് അൺഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷനും ഇവിടെ OnePlus കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഐക്കൺ പാക്ക്, ആ സംഭവങ്ങളാണെങ്കിലും ആനിമേഷൻസ് ആണെങ്കിലും വിഡ്ജറ്റ് ആണെങ്കിലും എല്ലാം വളരെ സ്മൂത്തായിട്ട് തന്നെ നിൽക്കുന്നത്. അതേപോലെ ഈ ഒരു ഓക്സിജൻ ഓയസിൽ നമുക്ക് ഗാലറിയിൽ കുറച്ച് AI ടൂളുകൾ OnePlus ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഒബ്ജക്റ്റ് ഇറേസർ, നമ്മൾ എടുത്തിരിക്കുന്ന ഫോട്ടോസിൽ നിന്ന് നമുക്ക് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് സർക്കിൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിക്ക് തന്നെ അത് റിമൂവ് ചെയ്യുന്നുണ്ട്. അതിങ്ങനെ മേക്ക് ഓവർ ചെയ്യുന്നതും നല്ല രീതിക്ക് തന്നെ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ ഇൻബിൽട്ടായിട്ട് കൊളാഷ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷന് കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ചെറിയ ചെറിയ AI ടൂളുകളും അതേപോലെ ഗാലറിയിൽ തന്നെ ഇൻബിൽട്ട് ഓപ്ഷൻസൊക്കെ OnePlus ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ ഈ ഒരു ഓക്സിജൻ ഓയസിൻ്റെ കുറച്ച് മേന്മകളായിട്ട് കൂട്ടാം. എനിവേ ഓവറോൾ നല്ലൊരു സോഫ്റ്റ്വെയർ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഈ ഒരു ഓക്സിജൻ ഓയസ് 14 തരുന്നത്. ഇനി ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുള്ള സെൻസറുകളെ കുറിച്ച് പറയാനാണെങ്കിൽ, ആദ്യം പറയേണ്ടത് ഫിംഗർ പ്രിൻറ്റ് സെൻസർ. അതിൻ്റെ പൊസിഷൻ ഒത്തിരി താഴെയാണ്. നമുക്കൊരു 2 സ്റ്റെപ്പ് മുകളിൽ കിട്ടിയിരുന്നെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് കുറേ കൂടി ഈസി ആയിരുന്നു. ഇനി അത്യാവശ്യം സ്പീഡായിട്ട് തന്നെ അത് വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു സൂപ്പർ ഫാസ്റ്റ് എക്സ്പീരിയൻസ് ഒന്നുമല്ല, ഒരു നോർമൽ സ്പീഡിൽ അത് വർക്ക് ചെയ്യുന്നുണ്ട്. അതേപോലെ എടുത്ത് പറയേണ്ടത് തന്നെയാണ് ഇതിൻ്റെ പ്രോക്സിമിറ്റി സെൻസർ. ഇപ്പോൾ നമ്മൾ കോൾ വരുന്ന സമയത്ത് ചെവിയിൽ വെക്കുമ്പോൾ ആ ഒരു സ്ക്രീൻ ഓഫ് ആവുന്നുണ്ട്. അത്തരത്തിലുള്ള ആക്സിഡൻ്റൽ ടച്ചുകളൊന്നും സ്ക്രീനിൽ സംഭവിക്കുന്നില്ല. പിന്നെ ഗൈറോസ്കോപ്പിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ പോരാ. നമ്മൾ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ആ ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. അത് കുറച്ചും കൂടി ബെറ്റർ സെൻസർ കൊടുക്കാമായിരുന്നു എന്നൊരു അഭിപ്രായമുണ്ട്. ഓക്കെ, അതാണ് ഇതിൻ്റെ സെൻസറുകളെ കുറിച്ച് പറയാനായിട്ടുള്ളത്. ഇനി ഇതിൻ്റെ ഫേസ് അൺലോക്ക്, അതും അത്യാവശ്യം നല്ല സ്പീഡായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ലോ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഫേസ് ഒക്കെ ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്, അൺലോക്ക് ആവുന്നുണ്ട്. ഇനി ഇതിൽ കൊടുത്തിരിക്കുന്നത് എക്സ് ആക്സിസ് ലീനിയർ മോട്ടറാണ്. സോ നല്ലൊരു വൈബ്രേഷൻ ഫീഡ്ബാക്ക് ഓവറോൾ എല്ലാ സ്ഥലങ്ങളിലും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്ക് 2 ക്യാമറകളാണ് റിയർ സൈഡിൽ വരുന്നത്. 50 മെഗാ പിക്സലിൻ്റെ സോണി LYT600 എന്ന് പറയുന്ന മെയിൻ സെൻസറും അതുകൂടാതെ 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസറും. ഇത് രണ്ടും കൂടാതെ നമുക്ക് ഒരു LED ഫ്ലാഷും റിംഗ് ടൈപ്പിൽ പുറകിൽ കൊടുത്തിട്ടുണ്ട്. ക്യാമറ പെർഫോമൻസ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചാൽ, അത് ഈ ഒരു 8 മെഗാ പിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ സെൻസറിൻ്റെ അതിൻ്റെ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. നല്ല ലൈറ്റാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള കളറാണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ലോ ലൈറ്റ് ആണ്, അതേപോലെ ഇച്ചിരി ഡള്ളായിട്ടുള്ളൊരു ഒബ്ജക്റ്റിൻ്റെ ഫോട്ടോസാണ് നമ്മൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കളർ കുറവാണ്. കാരണം 8 മെഗാ പിക്സലേ ആ ഒരു സെൻസർ വരുന്നുള്ളൂ. ഇപ്പോൾ നമ്മൾ മോട്ടറോളയുടെ Edge 50 ഫ്യൂഷൻ നോക്കുകയാണെങ്കിൽ അവിടെ കൊടുത്തിരിക്കുന്ന 13 മെഗാ പിക്സൽ അത്യാവശ്യം നല്ല സെൻസറാണ്. പക്ഷെ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് വളരെ ശോകമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഓക്കെ, നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയാണെന്നുണ്ടെങ്കിലും അത്യാവശ്യം വൈഡായിട്ടുള്ള സംഭവങ്ങൾ എടുക്കുമ്പോഴും ഫേസൊക്കെ നമ്മൾ ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാലും ആ ഒരു കളർ ഉണ്ടല്ലോ, ആ ഒരു ഡെപ്ത് വളരെ കുറവാണെന്ന് മാത്രം. ആ ഒരു ഡൈനാമിക് റേഞ്ച് നമുക്ക് കിട്ടുന്നില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ മെയിൻ സെൻസറിലോട്ട് വരുമ്പോൾ 50 മെഗാ പിക്സലിൻ്റെ സെൻസറിൽ നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. അങ്ങനെ കളർ ബൂസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. HDR ആണെന്നുണ്ടെങ്കിലും നല്ല പച്ചപ്പുള്ള നല്ല ചുവപ്പ് കളറൊക്കെ എടുക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല രീതിക്ക് അത് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടതാണ് നമ്മളുടെ സ്കിൻ ടോൺ ഡിറ്റക്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ നാച്ചുറലായിട്ട് അത് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ പോർട്രേറ്റിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോഴും ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സെപ്പറേഷനും അതേപോലെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കാര്യങ്ങളൊക്കെ നല്ല പോലെ ആ കട്ടൗട്ടൊക്കെ സൂപ്പറായിട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. സോ ആ ഒരു സൈഡിൽ നല്ല പോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി നോക്കുകയാണെങ്കിൽ ചെറിയ രീതിക്ക് ഗ്രെയിൻസ് കാര്യങ്ങളൊക്കെ കയറി വരുന്നുണ്ട്. സോ ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി മാത്രമാണ് ഇതിലൊരു നെഗറ്റീവായിട്ട് മെയിൻ സെൻസറിൽ നിൽക്കുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി ഒരു ഫോണിൻ്റെ വീഡിയോ പെർഫോമൻസിലോട്ട് വരുമ്പോൾ നമുക്ക് 4K 30 FPS ആണ് മാക്സിമം വീഡിയോ എടുക്കാനായിട്ട് സാധിക്കുക.
നാച്ചുറൽ കളർ ടോൺ തന്നെയാണ് വീഡിയോസിലും നമുക്ക് കിട്ടുന്നത്. എന്നാൽ ഫുൾ HD കാര്യത്തിലോട്ട് വരുമ്പോൾ കുറച്ചും കൂടി സ്റ്റെബിലിറ്റി നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. കാരണം അവിടെ OIS സ്റ്റെബിലിറ്റിയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇതിൻ്റെ സെൽഫിയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ 16 മെഗാ പിക്സലിൻ്റെ ഒരു സിംഗിൾ ലെൻസാണ്, പഞ്ച് ഹോൾ ടൈപ്പ് ആയിട്ടാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അതിൻ്റെയും ഈ പറഞ്ഞ പോലെ നാച്ചുറൽ ആയിട്ടുള്ള ഫോട്ടോസാണ് കിട്ടുന്നത്. പോർട്രേറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് വർക്ക് ആവുന്നുണ്ട്. ലോ ലൈറ്റ് ഫോട്ടോഗ്രാഫി ഒന്നും എടുക്കുന്നില്ല കേട്ടോ, അവിടെയൊക്കെ നല്ലപോലെ ഗ്രെയിൻസ് കയറി വരുന്നുണ്ട്. ഓക്കെ, ഒരു ജസ്റ്റ് ഓക്കെ എക്സ്പീരിയൻസ് ആണ് ഈ ഫ്രണ്ട് സെൽഫി ഷൂട്ടർ എനിക്ക് ഫോട്ടോയിൽ തന്നിട്ടുള്ളത്. വീഡിയോയിൽ വരുമ്പോഴും അതേപോലെ തന്നെയാണ്, നമുക്ക് മാക്സിമം ഫുൾ HD ആണ് എടുക്കാനായിട്ട് സാധിക്കുക. OnePlus Nord CE4ന്റെ സെൽഫി ക്യാമറ ഔട്ട്പുട്ടാണ് കാണുന്നത്. 1080 at 30 FPS ആണ്. അതേപോലെ അൾട്രാ സ്റ്റഡി മോഡ് ഓൺ ആണ്. അപ്പോൾ ആ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും. അതേപോലെ ഇതിൻ്റെ മൈക്രോ ഫോണിൻ്റെ ക്വാളിറ്റിയും നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാക്കാം. 4K ഔട്ട്പുട്ട് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ OnePlus തന്നിട്ടില്ല. എങ്ങനെയുണ്ട് ഔട്ട്പുട്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നാച്ചുറലാണ്. അത്യാവശ്യം സ്റ്റേബിലിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല രസകരമായിട്ടുള്ള വീഡിയോസ് തന്നെയാണ് അവിടെയും കിട്ടുന്നത്. അതേപോലെ പ്രോസസ്സിംഗ് ടൈം, ഷട്ടർ ലാഗ് അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നും ഞാൻ ഈ ഒരു ക്യാമറ UIയിൽ അധികം നോട്ടീസ് ചെയ്തില്ല കേട്ടോ. ഓവറോൾ ഒരു ഡീസൻറ്റ് എന്ന് മാത്രമേ പറയാനായിട്ട് പറ്റുള്ളൂ ക്യാമറ പെർഫോമൻസിനെ കുറിച്ചിട്ട്. അല്ലാതെ ഈ പ്രൈസ് സെഗ്മെൻറ്റിൽ ദി ബെസ്റ്റ് എന്നൊന്നും പറയാനായിട്ട് പറ്റില്ല. ജസ്റ്റ് ഓക്കെ ഔട്ട്പുട്ട് അത്രയേ ഉള്ളൂ. സോ ഏകദേശം 1 മാസത്തോളം ഈ ഒരു ഫോൺ ഉപയോഗിച്ചപ്പോൾ എനിക്ക് കിട്ടിയ അനുഭവം ഇതാണ്. നിങ്ങൾ ഈ ഒരു ഫോൺ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. സോ ഈ ഒരു ഫോൺ എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസും കുറേ യൂസ്ഫുൾ ആയിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഉപയോഗിക്കുന്ന പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു അനുഭവം ആയിരിക്കില്ല നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രൈസും കൂടി പറയാം. 8GB റാം 128GB ഇൻറ്റേർണൽ മെമ്മറിക്ക് 24,999. 8GB റാം 256GB ഇൻറ്റേർണൽ മെമ്മറിക്ക് 26,999. അങ്ങനെയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്ര മാത്രം. എന്തെങ്കിലും കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കാം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഗുഡ് ബൈ.